ഡച്ച് മലയാളിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നെതർലാൻഡ്സിലല്ല നിൽക്കുന്നത്. ഇന്ന് ഗുരുവായൂരിലെ അമ്പാടി ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇവരെ നിങ്ങൾ പണ്ടേ കണ്ട് പരിചയം ഉണ്ടാവുമല്ലോ കുറേ വീഡിയോസിനൊക്കെ. ഇത് നമ്മുടെ ഡാൻസ് ടീച്ചറാണ് ലക്ഷ്മി. അവളുടെ കുട്ടികളുടെയും അമ്മമാരുടെയും ഒരു നല്ല പെർഫോമൻസ് ഇന്ന് വൈകുന്നേരം ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, കുറച്ച് ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ലക്ഷ്മിയുടെ പെർഫോമൻസ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പൊ നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞങ്ങളെ പോലെയുള്ള പ്രവാസികൾക്ക്, നാട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ എൻ്റെ മോളുടെ കൂടെയും അതുപോലെ മറ്റ് കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ കൂടെ ഗുരുവായൂർ അമ്പല നടയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കലാരൂപത്തിൻ്റെ ഭാഗമാകാൻ പറ്റുകയെന്നൊന്നും പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നമ്മൾ ആരും കടൽ കടന്ന് വേറൊരു അന്യരാജ്യത്തേക്ക് പോകുമ്പം ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ കലാരൂപത്തോടുള്ള സ്നേഹം മക്കളുടെ രൂപത്തിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പരിപോഷിക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ അനുഗ്രഹം എന്ന് പറയട്ടെ, ഞങ്ങളെപ്പോലെ തന്നെ IT ഫീൽഡിലും അതുപോലെ മറ്റ് മേഖലയിലും വർക്ക് ചെയ്യുന്ന ചില അധ്യാപികമാർ അവരുടെ കഴിവുകൾ ഞങ്ങളുടെ മക്കളിലൂടെയും മറ്റുള്ളവരുടെയും പകർന്നു നൽകി തിരിച്ച് വീണ്ടും നമ്മുടെ നാട്ടിലെത്തി ഗുരുവായൂർ അമ്പല നടയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനിടയായി. അത് വളരെ ഒരു അനുഗ്രഹം. അതുകൂടാതെ ഒരു ഗെറ്റ് ടുഗെദർ. ഞങ്ങൾ നെതർലാൻഡ്സിൽ നിന്ന് ഇവിടുന്ന് അവിടെ എത്തി ഒരു സ്ഥലത്ത് പ്രാക്ടീസിന് വേണ്ടി ചേർന്ന് നിന്ന് എല്ലാം കൂടെ മനോഹരമായിരുന്നു. ഇതിലുപരി വേറൊരു കാര്യം പ്രത്യേകം പറയട്ടെ. ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ വയനാട്ടിൽ കാലവർഷക്കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സങ്കടം ഞങ്ങൾ വന്നു പോന്നു എന്നുള്ളതിലുപരി എല്ലാവരുടെയും ആ കരച്ചിൽ TV-യിലൂടെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇനിയും ഭഗവാൻ ആ ഒരു കെടുതികൾ അധികം ഒന്നും ഉണ്ടാക്കാതെ കാലവർഷം നന്നായി പോകുമെന്ന് തന്നെ വിചാരിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് റിയൽ ഫൺ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച ലക്ഷ്മി എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവർ ഗുരുവായൂരിൽ കളിക്കാൻ പോകുന്നത് റിയൽ മ്യൂസിഷ്യൻസ് അതുപോലെ വേറെ 2 ഗുരുക്കന്മാരുടെ കൂടെയാണ്. അപ്പോൾ 2-3-4 ദിവസം ഇവർ ഒരു സ്ഥലത്ത്, എറണാകുളത്ത് ഒരു സ്ഥലത്ത് നന്നായിട്ട് കുത്തി മറിഞ്ഞിരുന്ന് പഠിച്ചിട്ടാണ് കേട്ടോ ഇവർ ഇത്രയെങ്കിലും ഗുരുവായൂരിൽ പോയി കളിച്ചതെന്ന് തന്നെ പറയാം. പക്ഷേ അടിപൊളിയായിരുന്നു. എന്നാലും ഇതിന് ബിഹൈൻഡ് ദ സീൻസ് ഫൺ നമുക്ക് കുറച്ചൊന്ന് നോക്കാം. പ്രാക്ടീസ് മാത്രമായിരുന്നില്ല കേട്ടോ, വേറെ നല്ല ഫുഡ് അടി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നെതർലാൻഡ്സിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം, പണ്ടത്തെ ഞങ്ങൾ കഴിച്ചിരുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഭക്ഷണം, സാമ്പാറും ചോറും പുളിയിഞ്ചിയും അച്ചാറും എല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടി വായിൽ വെള്ളം വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ ഞങ്ങൾ ഒരാഴ്ച മാത്രമേ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് നമുക്ക് കിട്ടുന്ന എല്ലാ നിമിഷങ്ങളും ഞങ്ങൾ വളരെ രുചിയേറിയതാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പെർഫോമൻസിൻ്റെ ദിവസം വന്നെത്തി. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓടി ഈ വീട്ടിൽ വന്നിട്ട് അവരുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവരുടെ ഈ മേക്കപ്പിലെ ഓരോ ഐറ്റംസും ഇല്ലേ, സൂര്യൻ, ചന്ദ്രൻ, അത് തലയുടെ പല ഭാഗത്ത് വെക്കണം, ഇതൊക്കെ ഓരോ മീനിങ് ഫുൾ ആണല്ലേ. നമുക്കിതൊന്നും അത്ര അറിയില്ല. എന്നാലും ഞാൻ ഇതൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ചു.
മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും അധികം ചെയ്യേണ്ടി വന്നിട്ടില്ല. വെറുതെ വീഡിയോ എടുത്തെല്ലാം ഫുൾ ഫണ്ണായിരുന്നു. എന്നാലും ഇവരുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് കുറച്ചൊരു ടെൻഷനുണ്ട്. ആ കൂട്ടത്തിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, ചില ആൾക്കാർ മേക്കപ്പ് ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ രാവിലെ ഒരു ബഹളം തന്നെയായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവരുടെ കലാരൂപം കാഴ്ചവെച്ചു. നമ്മൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടെ അടിപൊളിയായിട്ട്. ഏകാദശി ദിവസത്തിൻ്റെ തലേദിവസമായിരുന്നു നമുക്ക് ഡേറ്റും കിട്ടിയിരുന്നത്. അതും വലിയൊരു അനുഗ്രഹം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ നെതർലാൻഡ്സ് എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിൽ നിന്ന് കുട്ടികളൊക്കെ പഠിച്ച് അവിടെ വന്ന് നൃത്തം ചെയ്തതാണ്. അപ്പോൾ ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ പുറത്തേക്ക് വരുമ്പം ഇത്തരം കലാരൂപങ്ങളൊക്കെ എങ്ങനെ പഠിക്കും, ഇതൊന്നും പരിപോഷിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നൊരു സങ്കടം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ സങ്കടങ്ങൾ വേണ്ടേ വേണ്ട. ഞങ്ങളുടെ ഈ കൊച്ചു രാജ്യത്ത് ഞങ്ങൾക്ക് ലക്ഷ്മി ശശിധരൻ എന്ന് പറഞ്ഞ ഒരു അധ്യാപികയെ കിട്ടിയതുപോലെ എല്ലാ രാജ്യത്തിലും അതുപോലെയുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ആ ഒരു ആഗ്രഹം, നമുക്ക് ആ ഒരു പാഷൻ ഉണ്ടായിരുന്നാൽ മാത്രം മതി. നമ്മളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളിലൂടെയോ അത് എവിടെ ഇരുന്നാലും, രാജ്യത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നമുക്ക് തിരിച്ചു വന്ന് ഇതൊക്കെ പെർഫോം ചെയ്യാനും ഇതൊക്കെ മനസ്സുകൊണ്ട് സന്തോഷിക്കാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാനൊരിക്കലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ എൻ്റെ മോളുടെ നൃത്യം കാണിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവൾക്കത് കളിക്കാൻ പറ്റുമെന്നോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പം നിങ്ങൾ സ്റ്റേജിൽ കാണുന്ന എല്ലാവരുടെയും അച്ഛനായാലും അമ്മയായാലും അവരുടെ മുത്തശ്ശിയായാലും മുത്തശ്ശനായാലും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹത്താൽ ഈ കുഞ്ഞു മക്കൾക്ക് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് ആസ്വദിക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി, സന്തോഷം. അതുപോലെ അടുത്തൊരു പുതിയൊരു നല്ല ഇൻഫർമേഷൻ അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടാറ്റ, ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.